ഹലോ, എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സജിനാസ് കിച്ചൻ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ചിക്കൻ സിസിലറാണ്. വായിൽ കപ്പലോടും മസ്റ്റായും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. ഇത് എന്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഇതിനു വേണ്ടി ഒരു ബൗളിലോട്ടേക്ക് 300 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക. ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈവച്ചിട്ട് എല്ലാം കൂടി നല്ലവണ്ണം തന്നെ മിക്സാക്കി കൊടുക്കുക. നമ്മൾ ചേർത്തിട്ടുള്ള ഒറിഗാനോവും ചില്ലി ഫ്ലേക്സും എല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്കും ആകുന്ന തരത്തിൽ നല്ലവണ്ണം തന്നെ യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്തിട്ട് വീണ്ടും നല്ലവണ്ണം തന്നെ മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാനിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ട് നമ്മുടെ ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മൊത്തത്തിൽ ഇട്ട് കൊടുക്കണ്ട, ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗമാകുമ്പോൾ നമുക്കിതെല്ലാം തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 ഭാഗവും നല്ല ലൈറ്റ് ഗോൾഡൻ കളർ ആവണം. അതുവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലോട്ടൊക്കെ കോരി മാറ്റാം. കണ്ടില്ല, നല്ല ക്രിസ്പി ആയിട്ട്. ഇതിങ്ങനെ വെറുതെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊരു ടിഷ്യൂ പേപ്പറിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കി എല്ലാം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവൻ ചിക്കനും ഇവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു കടായി എടുക്കാം. അതിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ടൊമാറ്റോ സോസും ചില്ലി സോസും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോസുകളൊക്കെ ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ മിക്സാക്കി കൊടുക്കുക. ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ സോയാ സോസിലൊക്കെ കുറച്ച് ഉപ്പുണ്ട്, അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള നമ്മുടെ ചിക്കനൊക്കെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലവണ്ണം തന്നെ യോജിപ്പിച്ചെടുക്കുക. നമ്മളിതിൽ ചേർത്തിട്ടുള്ള സോസൊക്കെ നമ്മുടെ ഈ ഒരു ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ച് വരണം. അതുവരെ നല്ലവണ്ണം തന്നെ യോജിപ്പിച്ചെടുക്കുക. ഒരു അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. പിന്നെ ഇതിലോട്ടേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. നല്ലൊരു സ്പൈസി ആയിട്ടാണ് കേട്ടോ ഉണ്ടാവുക. ഇതിന് അങ്ങനെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ യോജിപ്പിച്ചെടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ടേക്ക് ഇനി ലാസ്റ്റ് ഫൈനലായിട്ട് കുറച്ച് വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഭയങ്കര ടേസ്റ്റും നല്ല രുചിയാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സിസിലർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ സിസിലർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ? അതുപോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. പൊറോട്ട, ഗീ റൈസ് അങ്ങനെ എന്തിൻ്റെ കൂടെയും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എങ്കിലും ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.